ഞാനൊരു സ്വർണ്ണ കച്ചവടക്കാരനാണ്. കുറേ തുടങ്ങും. പിന്നെ മയക്കുമരുന്ന് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അത് കരവടച്ച രക്ഷയില്ലാത്ത നമുക്ക് രക്ഷയില്ല. വേദികളിൽ നിന്ന് വേദികളിലേക്ക് വളരെ ദ്രുതഗതിയിൽ ഓടിക്കൊണ്ടിരുന്ന കലാകാരനാണ്. ഇപ്പോൾ ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാ. ഇപ്പൊ നെട്ടോട്ടം കുറുകോട്ടം ഓടുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈ സങ്കടമില്ല. ഇവക്ക് ഒരു ശാപം ഉണ്ടായിരുന്നു. തമ്പുരാൻ അന്ന് ശപിച്ചതാ. ആ ശാപമോഷം കിട്ടാൻ അന്ന് തമ്പുരാൻ പറഞ്ഞ എന്തെങ്കിലും കലാകാരനെ കല്യാണം കഴിച്ച് നിനക്ക് ശാപമോഷം കിട്ടും, അതോട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ശാപമോഷത്തിന് വേണ്ടി എൻ്റെ കൂടെ വന്നതാ. ഞാൻ അഹങ്കാരിയാണ് ചില സമയത്ത്. എന്താണെന്നറിയുമല്ല, എൻ്റെ നെകളിപ്പാണോ എൻ്റെ അഹങ്കാരമാണോ അതോ പ്രകൃതിയുടെ എന്താണെന്നറിയുമല്ല, ഒരൊറ്റ ഇടിവെട്ട് വെള്ളപ്പൊക്കം വന്നിട്ട് എൻ്റെ കടയും കമ്പോളവും സാധനം മൊത്തം. ஆனால் കട ഞാൻ പോട്ട അറിയില്ല. നമ്മുടെ ഈ പറയുന്ന 8 ലക്ഷം വേയെങ്കിലും ഏതെങ്കിലും ബ്ലേഡുകാരൻ ഈ ചെറുവെല്ലാം നിർത്തും ഞാൻ തരാം. ഇത്രേ ഉള്ളൂ. എത്ര വർഷമായി? 40 വർഷമാവില്ലേ? 84 ഇറങ്ങിയതാ. ഈ 2 ദോശയാണ് സത്യം. മമ്മൂക്ക പോലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ചാൻസ് ചോദിക്കാൻ യാതൊരു മടിയില്ലെന്ന്. അജയണ്ണൻ കലാരംഗത്ത് കൊണ്ടുവന്ന ഒരുപാട് കലാകാരന്മാരിവിടുണ്ട്. ഇഷ്ടം പോലെ കലാകാരന്മാരുണ്ട്. ഇഷ്ടം പോലെ അവസരങ്ങൾ മേടിച്ച് കൊടുത്തിട്ടുമുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ അവിടം വരെ എത്തിയല്ലോ, ഭാഗ്യം, രക്ഷപ്പെട്ട്. അവർ രക്ഷപ്പെടട്ടെ എന്നേ ആവശ്യപ്പെട്ടു. പക്ഷേ അവർ ചില സമയം നമ്മളെ കണ്ടിട്ട് അല്ല ഒരു കോളിനോ അല്ല കണ്ടിട്ട് ചിരിക്കാനോ അങ്ങനെ അവസരം വന്നിട്ട് ഇവർ പിന്മാറി പോകുമ്പോൾ നമുക്കത് നെഞ്ചത്ത് ഭയങ്കര വിഷമമായി. കാരണം താങ്ങാൻ പറ്റില്ല. ഞാൻ ഇത്രയും കുറ്റം ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ? നമസ്കാരം. കൊല്ലം ചെങ്ങന്നൂർ റോഡിൽ ചാരുമൂട് കഴിഞ്ഞ് മാങ്കാങ്കുഴി എത്തുന്നതിന് മുമ്പ് നാലുമുക്ക് എന്നൊരു സ്ഥലമുണ്ട്. അതുവഴി എത്തിയപ്പോൾ ഒരു ചായക്കട കണ്ടു. അവിടേക്ക് കയറിയതാണ്. വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനെ ഇവിടെ കണ്ടുമുട്ടി. ഈ ചായക്കടയുടെ ഉടമസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ആളാരാന്ന് പറയുന്നില്ല, നമുക്ക് നേരിട്ടൊന്ന് കാണാം. നമസ്കാരം. അജയണ്ണൻ ജോലിയുടെ തിരക്കിലാണ്. അതെ അതെ, ജോലി നടക്കട്ടെ. വർത്താനോടെ പറയാം. ആയിക്കോട്ടെ. ചോദിച്ചോ, എന്തുകൊള്ളും പറയാം. ഞാൻ തെറി ഒഴികെ. ഇത് സാധാരണ ദോശയല്ല. ഇത് എന്താ ഈ ദോശയുടെ പ്രത്യേകത? എൻ്റെ കഞ്ഞൂടി മുട്ടിക്കാനാണെങ്കിൽ പറയൂല. പക്ഷേ ഈ ദോശയുടെ പ്രത്യേകത ഉണ്ട്. ഈ 2 ദോശ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 6 ദോശ കഴിക്കുന്നുള്ള ഗ്യാരണ്ടിയാണ്. പിന്നെ ദോശ ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയില്ല. വരുന്ന ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അവർക്ക് സംതൃപ്തിയായിട്ട് കഴിച്ചിട്ട് പോകാം. ചൂട് ദോശയും നല്ല ചൂട് സാമ്പാറും നല്ല ചൂട് ചട്നി നല്ല മുളകും. തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. ഞാൻ തേങ്ങയുടെ ഡൂപ്പായിട്ടെന്ന് ചുമ്മാ തേങ്ങയൊക്കെ ഒറിജിനൽ തേങ്ങ. അതിൻ്റെ ഒന്നും മറിമായൊന്നുമില്ല. പ്രിയപ്പെട്ട അജയൻ തകഴി വേദികളിൽ നിന്ന് വേദികളിലേക്ക് വളരെ ദ്രുതഗതിയിൽ ഓടിക്കൊണ്ടിരുന്ന കലാകാരനാണ്. ഇപ്പോൾ ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ഇപ്പം നെട്ടോട്ടം കുറുകോട്ടം ഓടുന്നത്. മറ്റത് ഒറ്റ ഓട്ടം ഓടിയാൽ മതി. പരിപാടി ഓടി. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്തൊക്കെ ചെയ്താൽ 10 പൈസ മിച്ചം പിടിക്കും, എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേരെ എങ്ങനെ പോട്ടാൻ പറ്റും, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉള്ളിടയ്ക്ക് ഞാൻ വരുമ്പോൾ കരിക്ക് വിൽക്കുമായിരുന്നു. അതിന് മുമ്പ് തണ്ണിമത്തം വിറ്റും. തുടക്കം ഇഞ്ചിമുട്ടായി കച്ചവടമായിരുന്നു. അതെ. ശരിക്കും നിങ്ങൾ ആരാണ്? ഞാനൊരു സ്വർണ്ണ കച്ചവടക്കാരനാണ്. കുറേ തുടങ്ങും. പിന്നെ മയക്കുമരുന്ന് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അത് കരവടച്ച രക്ഷയില്ലാത്ത നമുക്ക് രക്ഷയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ നേടാനുള്ള ശ്രമമാണ്. പക്ഷെ തമ്പുരാൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ വേറെ ആരെങ്കിലും സഹായഹസ്തങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല, ചോദിക്കുന്നുമില്ല. തരുമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല. പക്ഷെ ഒരു പ്രതീക്ഷയുണ്ട്, ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇതല്ല ഇതിനപ്പുറത്തെ വലിയ കടമ്പകളും നമ്മൾ ചാടിക്കിടക്കും. ശരിക്ക് കാണുമ്പോൾ സങ്കടമൊക്കെ തോന്നാറുണ്ട് അജയണ്ണ. കാരണം അജയനെപ്പോലുള്ള ഒരാൾ അജയൻ തകഴിയെന്ന് കേൾക്കുമ്പോൾ അറിയാത്ത കലാകാരന്മാരെ എത്ര പേരെ മറന്നുപോയാലും അജയൻ തകഴിയെ മറക്കില്ല. കാരണം ചെറിയ പ്രായം മുതൽ അജയൻ തകഴിയുടെ ഒരുപാട് സ്റ്റേജ് ഷോകൾ, പ്രോഗ്രാമുകൾ, അത് പല ടീമുകളുടെ ഇതായിട്ട് എൻ്റെ നാട്ടിലെ അമ്പലത്തിലൊക്കെ വന്ന് പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് ഞാൻ കാണുമ്പോൾ അജയൻ അവിടെ നിന്ന് പെയിൻ്റ് അടിക്കുന്നതാണ്. അയ്യോടാ, ഞാൻ പറഞ്ഞില്ലേ, ചെയ്യാത്ത പണികളില്ല, ചെയ്യാത്ത മേഖലകളില്ല. കുടുംബം നോക്കാൻ വേണ്ടി, കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ പാടുപെടുന്ന ഒരു വലിയ കലാകാരനാണ്. കാരണം ഇപ്പോഴും എൻ്റെ ലൈഫ്, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ അമ്മ, എൻ്റെ വൈഫ്, എൻ്റെ 2 മക്കൾ, ഇത് കഴിഞ്ഞിട്ടുള്ള ജീവിതം മാത്രമേ എനിക്കുള്ളൂ. ഇതൊന്ന് ചവിട്ടി പിടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വേറെ ലെവലിൽ പോകുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. കാരണം അച്ഛൻ്റെ അമ്മയുടെ കാമം തീരാൻ വേണ്ടി മക്കളുണ്ടാവില്ല. മക്കളുണ്ടായാൽ അതിനൊരു ഗ്രാഫ് തമ്പുരാൻ വരച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ എവിടം വരെ ചെയ്യാൻ പറ്റും, ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മേളിക്ക് തമ്പുരാനാണ്.
തമ്പുരാൻ പറഞ്ഞിട്ട് നീ ഇന്ന് തട്ടുകട നടത്ത്, നിനക്ക് 100 രൂപ ആവശ്യം അതിൽ നിന്ന് കിട്ടും, പക്ഷേ എന്നെ പട്ടിണി കിടക്കില്ല. ഇത് കഴിഞ്ഞിട്ട് നാളെ തമ്പുരാൻ പറയാം നീ ഇത് നിർത്തിയിട്ട് നേരെ വെളിയിട്ടിറങ്ങിയോ, സർബത്ത് നാരങ്ങുള്ളൊക്കെ എൻ്റെ 20 നാരങ്ങുള്ള സ്പെഷ്യൽ മൊത്തം. അത് കഴിഞ്ഞ് കരിക്ക് വിറ്റ്, തണ്ണിമത്തം വിറ്റ്, ഉത്സവപ്പുറം ഇഞ്ചിമുട്ട വിട്ട്, മാല. ഞാൻ ചെയ്യാത്ത പണിയില്ല. ഞാൻ പറഞ്ഞില്ല കടയിലായിരുന്നു വീട്ടിൽ. അയ്യോ അത് പറയാതിരിക്കാൻ പറ്റില്ല. പലചരക്ക് കട ഉണ്ടായിരുന്നു. 8.5 ലക്ഷം രൂപ മുടക്കി പലചരക്ക് കടയിട്ട് കിടുക്കം പലചരക്കാരൻ. അപ്പുറത്തുള്ള ആൾക്കാരുടെ എല്ലാം പറഞ്ഞ് ഞങ്ങൾ നമ്മുടെ കട വന്ന് സാധനം മേടിക്കണം, ഓണത്തിനാണ്. കള്ളക്കടം മേടിച്ച് 8.5 ലക്ഷം രൂപയ്ക്ക് മുടക്കി സാധനം മേടിച്ചെല്ലാം അടുക്കിയെല്ലാം ഒരാഴ്ച കൊണ്ടാണ് ഇതിൻ്റെ ഈ അടുക്കി വെച്ചത്. കൺകുളിരെ റോഡ് സൈഡാണല്ലോ. അതെ. എന്താണെന്നറിയുമല്ല, എൻ്റെ നെകളിപ്പാണോ എൻ്റെ അഹങ്കാരമാണോ അതോ പ്രകൃതിയുടെ എന്താണെന്നറിയുമല്ല, ഒരൊറ്റ ഇടിവെട്ട് വെള്ളപ്പൊക്കം വന്നിട്ട് എൻ്റെ കടയും കമ്പോളവും സാധനം മൊത്തം ഒറ്റ രാത്രി ഇത്രയും വെള്ളം, 5 വെള്ളത്തിൽ. അത് ഈ പ്രളയത്തിലല്ലേ? പ്രളയത്തിൽ 2012. പെണ്ണുമ്പിള്ള പറഞ്ഞു അണാ കട ഞാൻ പോട്ടെ അറിയില്ല, ജീവൻ ബാക്കി കിട്ടിയില്ലേ. നമ്മുടേത് ഇത്രയല്ലേ പോലെ 8 ലക്ഷം രൂപ. വേറെ എത്രയോ ആൾക്കാരുടെ എത്രയോ ലക്ഷങ്ങളും ജീവൻ നഷ്ടപ്പെട്ടപ്പം നമ്മുടെ ഈ പറയുന്ന 8 ലക്ഷം വേണമെങ്കിലും ഏതെങ്കിലും ബ്ലേഡുകാരെന്നാ ഈ ചെറുവിരല നിർത്തും ഞാൻ തരാം, ഇത്രേ ഉള്ളൂ. ഈ ചെറുവിരല തരാം. പക്ഷേ അവരുടെയൊക്കെ ജീവൻ പോയവരൊക്കെ, എൻ്റെ 8 ലക്ഷം പോയി. പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് മുങ്ങി. കാരണം കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ ഞാനൊരു 2 വർഷക്കാലം തകഴിയുന്ന സ്ഥലത്ത് മാറി നിന്ന് മാവേലിക്കര മാങ്കാവഴി ഈ ഭാഗത്തൊക്കെ വന്ന് വെയിറ്റ് ചെയ്ത് കുറേ പൈസ കുറച്ചൊക്കെ കൊടുത്തു. കുറച്ചൊക്കെ പറഞ്ഞാൽ പിന്നെ അവർ അവസാനം പറഞ്ഞു വെള്ളപ്പൊക്കമായിരുന്നു, വേണ്ട നീ എന്തെങ്കിലും കാശുണ്ടാകുന്ന സമയത്ത് നീ മറക്കാതെ തന്നാൽ മതി. അങ്ങനെ ഒരു അനുഗ്രഹ വാക്ക് അത് പറഞ്ഞു ഞാൻ എന്നും ഓർക്കും. കാരണം എന്നെ സഹായിച്ച ഒത്തിരി ആൾക്കാരെന്നെ സഹായിച്ചു സാമ്പത്തികം. അജയണ്ണൻ സഹായിച്ചവരും അജയണ്ണൻ കലാരംഗത്ത് കൊണ്ടുവന്ന ഒരുപാട് കലാകാരന്മാരിവിടെ. ഇഷ്ടം പോലെ കലാകാരന്മാരുണ്ട്, ഇഷ്ടം പോലെ അവസരങ്ങൾ മേടിച്ച് കൊടുത്തിട്ടുമുണ്ട്. ഞാൻ തള്ളു പറഞ്ഞോ അല്ല എനിക്കറിയാമല്ലോ, വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന. പക്ഷേ ആ വക കടപ്പാടോ അല്ലെ ആ വക അവരെ യൂട്ടിലൈസ് ചെയ്യാനോ ഒന്നും എനിക്ക് താല്പര്യം. പോയി കണ്ടിട്ടില്ല. അണ്ണൻ ഒരു സംവിധായകൻ്റെ അടുത്ത് എനിക്കൊരു ചാൻസ് തരണമെന്ന് പറഞ്ഞ് ചോദിച്ചായിട്ട് എനിക്കറിയില്ല. അത് അണ്ണൻ്റെ ഒരു കുറവല്ലേ? അണ്ണാ കുറവാണ്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടുവേ. കലാകാരനാണെങ്കിൽ എനിക്കെങ്കിലും മമ്മൂക്ക പോലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ചാൻസ് ചോദിക്കാൻ യാതൊരു മടിയില്ലെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഫ്രഷ് ആളല്ല, ഞാൻ തുടക്കക്കാരനല്ല. ഞാൻ ഇത്രയും വർഷം ഞാൻ ചാനൽ ബേസ് നിന്നിട്ട് എന്നെ അറിയത്തില്ല എന്ന് പറയുമ്പോൾ അത് വേറൊരു നിമിത്തത്തിലൂടെ ഞാൻ കാണൂലേ. എത്ര വർഷമായി? 40 വർഷമാവുന്നില്ലേ? 84 ഇറങ്ങിയതാ. ഈ 2 ദോശയാണ് സത്യം. ഈ ചൂടുന്ന ഈ ചപ്പാത്തി കണക്ക് കള്ളം പറയില്ല. 84 ഇറങ്ങി ഇപ്പോൾ ഇത്രയും വർഷമായി. ഇതിലൊക്കെ ചാനലിലാണ് ആദ്യത്തെ റിയാലിറ്റി ഷോ രസികരാജ തൊട്ട് തുടങ്ങിയതാണ് ഞാൻ, സൂര്യ TV യിൽ. അപ്പോൾ അറിയാലോ 5.25 വർഷം അവിടുന്ന് 3 വർഷം കോമഡി കിങ്. അതിന് ശേഷം വന്നവരൊക്കെ സിനിമ സംവിധായകരും നായകന്മാരും ഒക്കെ ആയിട്ടുണ്ട്. അല്ല നമ്മുടെ കൂട്ടത്തിലുള്ള. പക്ഷെ നമ്മൾ അവരോട് ചെന്ന് ഇതുവരെ ചോദിക്കാറില്ല, എനിക്കൊരു അവസരം തന്നെ ചോദിക്കാറില്ല. ഒറ്റയാളുടെ അവസരം ചോദിച്ചു, ബ്ലിസി സാറിനോട് ചോദിച്ചു. ബ്ലിസി സാർ പറഞ്ഞ സ്പോട്ടിൽ ഭ്രമരം എന്നോട് പറഞ്ഞ് ഞാൻ അങ്ങനെ പടം എടുക്കാറില്ല, വർഷത്തിൽ ഒരു പടമേ ഞാൻ എടുക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞ ആ പടത്തിനകത്ത് എനിക്ക് വേഷം നോക്കട്ടെ, സംശയമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഞാൻ ഒന്ന് പോയി സുപ്രഭാതത്തിൽ എനിക്ക് വിളി വരുക. സാറ് നേരിട്ട് വിളിച്ചോ? സാറ് വിളിച്ച് ഷൂട്ടാ ശിവരാത്രിക്ക്. അതിൻ്റെ പിന്നെ കുറേ കഥയുണ്ട്. ഷൂട്ടിന് പോയി ശിവരാത്രി ഡബിൾ കളി കൊടുത്തിരിക്കുക. സമിതി പ്രോഗ്രാം. അതേത് ടീം കളിക്കുമ്പോഴാണ്? കൊച്ചിൻ ഹൈനസ്, പ്രശസ്ത മിമിക്രി ചാനൽ താരം അജയനതകഴി നയിക്കുന്ന കൊച്ചിൻ ഹൈനസിൻ്റെ പരിപാടി ഞാൻ ലേബൽ കിടക്കുന്നത്. എൻ്റെ കിടക്കുന്ന പരിപാടി പിടിക്കുന്നവരൊക്കെ എന്നെ ഒന്ന് കാണാനും എന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടി കാത്തുകിട്ട് നിൽക്കുന്ന സമയമുണ്ട് അന്ന്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലൊക്കെ ഒരൊറ്റ വീഡിയോ ഇട്ട് കൊടുത്താൽ ഇപ്പോൾ വൈറലാണ്. നമുക്കന്നില്ല. അന്ന് നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം അന്ന് ടി വിയിലൂടെ കണ്ട് ഇഷ്ടപ്പെട്ടാ. അത് കാരണം ഈ പഞ്ചുമുഖം മറക്കൂല. പിന്നെ സൂര്യ ടിവിയിൽ ഏഷ്യാനെറ്റിന്റെ തുടക്കത്തിലൊക്കെ നിറഞ്ഞു നിന്ന മുഖമാണ്. പിന്നെ കോമഡി ഉത്സവം, ഫൺസ് അപ്പ് ടൈം, ഒരു ചിരി വമ്പർ ചിരി, ഐറ്റം വേറെ ലെവൽ, രസികരാജ, കോമഡി സ്റ്റാർസ്. ഇനി ചാനലൊന്നുമില്ല, എല്ലാ ചാനലും പോയി. ഞാൻ പറഞ്ഞില്ല ഈ സങ്കടമില്ല. 2 ആമ്പിള്ളേരാണ്, മുട്ടൻ 2. എൻ്റെ തലപ്പതിക്ക് 2 ആമ്പിള്ളേരാണ്. അത് മികച്ച കലാകാരന്മാരായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾ നല്ല ഇടിവെട്ട് റാപ്പ് പാട്ടുകാരൻ, രണ്ടാമത്തവൻ. മൂത്തവനാണ് ഇടിവെട്ട് ഡാൻസ് കൊറിയോഗ്രാഫർ. പോരെ, അച്ഛൻ്റെ പാത പിന്തുടർന്ന 2 മക്കളെ എനിക്കുണ്ട്. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നു? എനിക്ക് പേടിയില്ല ആ കാര്യത്തിൽ. ഞാൻ പറഞ്ഞ തമ്പുരാനെ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. വേറെ ഒരു മനുഷ്യൻ വെച്ച് എന്നെ കുതികാൽ വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്തില്ലേ. എനിക്ക് കളവറിയാം, കളിക്കാനറിയാം. ഇതില്ലേ ഇപ്പോൾ ഇവിടുന്ന് പറയാം ഈ കച്ചവടം നിർത്തിയേക്കും, ഞാൻ നിർത്തിയേക്കാം.
തൊട്ടപ്പുറത്തെ റോഡിൽ കപ്പൽ കച്ചവടം ചെയ്യും. ഇഞ്ചി മുട്ടായി വിറ്റ് നടന്ന എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് പേടിയില്ല. ജീവിക്കാൻ ഒരു ധൈര്യമുണ്ട്. തൊലിക്കെട്ടി ഭയങ്കരമാണ്. അതുകൊണ്ടാണല്ലോ സ്റ്റേജ് കലാകാരനായത്. അതെ, മോഷണമില്ല, കള്ളവും കാപ്പട്ടും ആരും പിടിച്ച് കെട്ടിയിടത്തില്ല. ഇല്ലില്ല, അങ്ങനെ പേടിക്കില്ല. പിന്നെ കരമടച്ച രസീതില്ല. ഇവിടുന്നൊക്കെ രക്ഷപ്പെടാൻ. സ്വന്തമായിട്ട് ഇതുവരെ വീടില്ല? ഇല്ല, സ്വന്തമായിട്ട് വീടുണ്ട്. പക്ഷെ അതിൽ ചില വിഷയങ്ങൾ പ്രശ്നമായിട്ടുണ്ട്. അത് കുടുംബത്തിൽ അത് കാരണം ഞാനിങ്ങനെ വാടക വീട്. നമ്മുടെ പൈസ കൊണ്ട് പലരും ജീവിക്കുന്നുണ്ടപ്പോൾ. 26 വർഷമായിട്ട് എൻ്റെ ദൈവമേ. അല്ല, വേറെ നമ്മളുള്ളത് കൊണ്ട് പലരും ജീവിക്കുന്നു. പിന്നെ അതന്നെ, നമുക്ക് സങ്കടവും പ്രയാസവും ഒന്നുമില്ല. എപ്പോഴും എൻജോയ് ചെയ്യാൻ, എപ്പോഴും ചിരിച്ച മുഖമേ ഉള്ളൂ. ചിരിച്ച നാരങ്ങ വെള്ളം, ചിരിച്ച തണ്ണിമത്തൻ ജ്യൂസ്, ചിരിച്ച മുട്ട ഓംലേറ്റ്, നല്ല പൂ പോലുള്ള ദോശ. അന്നൊന്ന് കഴിച്ചു നോക്കണം. 2 എണ്ണം കഴിക്കുന്നവൻ 6 എണ്ണം കഴിച്ചിട്ട് പോകത്തുള്ളൂ. ഗ്യാരണ്ടിയാണ്, 100% ഗ്യാരണ്ടി. ഏത് സമയത്ത് ഇവിടെ ഒന്നിനെ ദോശ കിട്ടും. രാത്രി സമയത്താണ് കട? രാത്രി വൈകുന്നേരം ഒരു 6 മണിക്ക് തുടങ്ങിയ അന്നത്തെ രാത്രി ഫുള്ള്. വെളുപ്പിനെ ഒരു 5-6 മണി പള്ളിയിലെ ബാങ്ക് വിളി കേട്ടാലേ ഞാനിവിടെ ഒതുക്കാൻ പോകും. പിന്നെ പകലുള്ള സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവരും. അത്യാവശ്യമുള്ള സാധനം. ദോശ മാത്രമേ ഉള്ളൂ. ഈ പൊറോട്ടയൊന്നും നമ്മൾ ഉണ്ടാക്കില്ല. ഇല്ല. ദോശ, നല്ല സാമ്പാർ, നല്ല തേങ്ങ ചമ്മന്തി, നല്ല മുളക് ചമ്മന്തി. ഇതില് വൈഫ് കൂടെ കട്ടയ്ക്ക് നിൽക്കുമല്ലേ? പുള്ളിക്കാരി നമ്മുടെ കൂടെ. ഇത്രയും നാൾ എങ്ങനെ സഹിച്ച്? ഞാൻ പേഴ്സണൽ അറിയാവുന്ന ചോദിക്കാം. ഇവക്ക് ഒരു ശാപം ഉണ്ടായിരുന്നു. തമ്പുരാൻ അന്ന് ശപിച്ചതാ. ആ ശാപമോഷം കിട്ടാൻ അന്ന് തമ്പുരാൻ പറഞ്ഞ, എന്തെങ്കിലും ഒരു കലാകാരനെ കല്യാണം കഴിച്ച് നിനക്ക് ശാപമോഷം കിട്ടും, അതോട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ശാപമോഷത്തിന് വേണ്ടി എൻ്റെ കൂടെ വന്നതാ. ശാപമോഷം കിട്ടി. പിന്നെ മക്കൾ കൂടെ നല്ല 2 മക്കളെ കിട്ടിയില്ല. എനിക്ക് ഞാൻ അഹങ്കാരിയാണ് ചില സമയത്ത്. എന്നാ 2 ആമ്പിള്ളേരുണ്ട്. എൻ്റെ തലപ്പത്തിരിക്കുന്ന 2 ആമ്പിള്ളേരുടെ കൂടെ ഞാൻ പിന്നെ വഴക്കും വയ്യ വഴിക്ക് ഞാൻ പോവില്ല. ഇതുവരെ പോയിട്ടില്ല, ആരും ദ്രോഹിച്ചിട്ടില്ല. അതും എനിക്കറിയാം. ഈ കൈ കണ്ട തഴമ്പേ ഇല്ല, അടിയില്ല, ഇടിയില്ല, വിട്ടില്ല, കുത്തി. എനിക്ക് അറിയില്ല. എനിക്ക് ചെയ്യാത്ത പണിയില്ല. പക്ഷെ മറ്റത് എനിക്ക് സങ്കടം. കലാകാരന്മാർക്ക് ഭയങ്കര എപ്പോഴും ഒരു സങ്കടം ഉണ്ടല്ലോ. ഒന്നും ആയില്ല. പലരെയും നമ്മൾ അങ്ങനെയല്ല, ഞാനൊന്നും ആയില്ല. ഞാൻ മുട്ടൻ കലാകാരനാണ്. ഞാൻ നെഞ്ചത്ത് കൈ വെച്ച് പറയാം. എൻ്റെ മേളിൽ ആരും ഇല്ലെന്ന് ഞാൻ അവകാശപ്പെടും. എന്ത് മനസ്സിനോട് പറഞ്ഞാലേ ഞാൻ നിൽക്കുക. നല്ലൊരു ഇല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് എൻ്റെ ഉപ്പാടി വരും. ഈ ടെൻഷൻ, ഇത് നമ്മുടെ ഇത് കാണുന്ന ആൾക്കാരുണ്ട്, അവരോട് ഇതിൻ്റെ ഒരു തന്ത്രം ഒന്ന് പറഞ്ഞു. കാരണം എന്ത് പ്രശ്നം വന്നാലും അജയൻ അതിനെ ഫേസ് ചെയ്യും. ഇനി എന്ത് മലവെള്ളപ്പാച്ചിൽ വന്ന് എന്ത് ഒഴുകിപ്പോയാലും അജയൻ തകഴി പുതിയൊരു വേഷത്തിൽ, പുതിയൊരു ഭാവത്തിൽ എൻ്റെ അടിയിൽ നിന്ന് മണ്ണ് പോകാതെ ഞാൻ സൂക്ഷിച്ച് ചെയ്യും. അതുവരെ പിടിച്ച് ചെയ്യും. പിന്നെ ബാക്കി തമ്പുരാൻ നിശ്ചയിക്കുന്ന പോലെ തമ്പുരാൻ്റെ പാത അനുസരിച്ചുള്ള നീക്കങ്ങളാണ്. എപ്പോൾ തമ്പുരാൻ നിർത്താൻ പറഞ്ഞാൽ നിർത്തണം. പിന്നെ അപ്പോൾ സിനിമ ഭ്രമരം മാത്രമല്ലല്ലോ അല്ല. എത്ര സിനിമ ചെയ്തു? സിനിമയുടെ പേര് പറഞ്ഞാൽ 26-28 പടം ചെയ്തു. ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന തഗ്, ധ്യാൻ ശ്രീനിവാസൻ നായകനായ പടം, നല്ല കഥാപാത്രം. ഇനി വരാനുള്ള ആവണി, ബോസ്, 2 എണ്ണം വരാനുണ്ട്. ഇനി അടുത്ത ഷൂട്ട് വെച്ചിരിക്കുന്നത് തെക്കനി, ബിപിൻ ജോർജ് നായകനായ പടം. ഇവനൊക്കെ നിങ്ങളുടെ ജൂനിയേഴ്സ് അല്ലേ? പിന്നെ ഋഷിരാജ് എൻ്റെ ജൂനിയർ ആയിരുന്നു. അതെ. അത് നല്ല കലാകാരൻ. ഈശ്വരൻ ഏറ്റവും കൂടുതൽ കടാക്ഷിച്ച് പെട്ടെന്ന് നല്ല കഴിവുള്ള കലാകാരൻ. അത്ര വയ്യാഴിക പോലും മാറ്റി വെച്ചിട്ട് ഒരു തികഞ്ഞൊരു കലാകാരൻ. അപ്പം പിന്നെ ഇവിടെ ഇപ്പം മാങ്കാക്കുഴി എന്ന് പറയുമ്പോൾ എത്ര മുട്ട കിട്ടേ? മാങ്കാക്കുഴി എന്ന് പറയുന്നത് ഞാനൊരു 26 വർഷക്കാലമായിട്ട് മാങ്കാക്കുഴി വാടക. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാം നമ്മളെ വലിയ കാര്യമാണ്. ഇപ്പോഴും നമ്മൾ എപ്പോഴും ചിരിക്കുന്ന മുഖവും. അവർക്ക് ആർക്കും ഒരു വിഷയം പ്രശ്നം നമ്മൾ ഉണ്ടാക്കാറില്ല. ആരുടെയും മറ്റുള്ള കാര്യങ്ങൾ ഞാൻ ഇടപെടാറില്ല. അവർക്കെല്ലാം എപ്പോൾ കണ്ടാലും നമ്മൾ ചിരിക്കുന്ന മുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. അവർക്കെല്ലാം സന്തോഷമാണ്. അജയണ്ണേ, ഇപ്പോൾ സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധമുണ്ട്. ഇല്ല, കാരണം അജയണ്ണൻ കൊണ്ടുവന്ന പലരും രക്ഷപ്പെട്ടു, സംവിധായകരായി, കൂടെ നിന്നവരെല്ലാം കയറിപ്പോയപ്പോൾ അജയൻ തകഴി മാത്രം ഇപ്പോഴും കടന്ന് ഉറക്കമുളച്ച് കഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ? കാരണം ഇപ്പോഴും സ്റ്റേജ് പ്രോഗ്രാം ചെയ്തപ്പോഴും ഉറക്കമില്ല. ഇപ്പോഴും ഉറക്കമില്ല. ഇപ്പോഴും നേരം വിളിക്കുന്നവരോടെ നിൽക്കുക. അതെ, അല്ല ഞാൻ പറഞ്ഞില്ലേ, ഈ സങ്കടമില്ല. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ അവിടം വരെ എത്തിയല്ലോ, ഭാഗ്യം, അവർ രക്ഷപ്പെടട്ടെ എന്നേ ആവശ്യപ്പെട്ടു. പക്ഷേ അവർ ചില സമയം നമ്മളെ കണ്ടിട്ട് അല്ല ഒരു കോളിനോ അല്ല കണ്ടിട്ട് ചിരിക്കാനോ അങ്ങനെ അവസരം വന്നിട്ട് ഇവർ പിന്മാറി പോകുമ്പോൾ നമുക്കത് നെഞ്ചത്ത് ഭയങ്കര വിഷമമായി. കാരണം താങ്ങാൻ പറ്റില്ല. കാരണം അവർ നമ്മളെ കണ്ടിട്ടും
പെട്ടെന്ന് ഒഴിഞ്ഞു മാറി കഴിയുമ്പോഴേ പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സ് വെച്ചു ഞാൻ ഇത്രയും കുറ്റം ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒഴിവാക്കുന്ന തോന്നിയിട്ടുണ്ടല്ലേ? ഒഴിവാക്കല്ല, അവരുടെ തിരക്കുകൊണ്ട് തിരക്കുകൊണ്ടായിരിക്കാം. പക്ഷേ ഇതിൻ്റെ അപ്പുറം തിരക്ക് കഴിഞ്ഞിട്ട് ഉള്ളവനാണ് ഞാൻ. അപ്പോൾ എന്നോട് തിരക്ക് കാണിക്കരുത്. ഇതിനിടയ്ക്ക് മുട്ടൻ തിരക്കുണ്ടായിരുന്ന സമയത്താണ് ഒരു മുറുക്കാൻ ചെന്ന് നിൽക്കാൻ പറ്റത്തില്ല. പോകുമ്പോൾ പരിപാടി കഴിഞ്ഞ് എവിടെയെങ്കിലും റോഡ് സൈഡിൽ നിന്ന് ഏതെങ്കിലും കാർ കൊണ്ട് ചവിട്ടു, എന്നെ കൺമുഖം കണ്ടുണ്ട്. എവിടെയാണ് സാറേ ഇറങ്ങണ്ടേ? സാറിൻ്റെ പരിപാടി കണ്ടിട്ടുണ്ട്, കയറ്, വീട്ടിൽ കൊണ്ട് വിട്ടിട്ടുണ്ട് എന്നെ. അതുപോലെ തിരക്കുന്ന. അപ്പം അങ്ങനെ അയ്യോ ഓണത്തിന് 5 എണ്ണം, 5 പരിപാടി. ആലോചിക്കുക, പകൽ 2 ഉദ്ഘാടനം, ഒന്ന് കായിക മത്സരം ഉദ്ഘാടനം, അതിൻ്റെ അടുത്ത ദിവസം കലാമത്സരം ഉദ്ഘാടനം, 2 ഉദ്ഘാടനം, 3 ഷോയും ചെയ്യും. കാശുണ്ടാക്കും, മിച്ചമൊന്നുമില്ല. 500 എന്തായാലും കിട്ടും അന്നത്തെ കാലം. മിച്ചമൊന്നുമില്ല, കാരണം വാടക കൊടുത്തും ജീവിതത്തിൻ്റെ അങ്ങനത്തെ ഒരു വളർത്താൻ വേണ്ടി. എപ്പോഴെങ്കിലും അജയണ്ണന് തോന്നിയിട്ടുണ്ടോ ഈ ഒരു കുടുംബവും പ്രാരാബ്ദമൊക്കെ വന്നതുകൊണ്ടാണ് എനിക്ക് കലാമേഖലയിലേക്ക് ഉയർച്ച കിട്ടാതെ പോയത് എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, അതും തോന്നിയിട്ടില്ല. എനിക്ക് സങ്കടമില്ല. ഐ ആം ഹാപ്പി മാൻ. ഒരു സങ്കടമില്ല, ഒരു സങ്കടവുമില്ല. ഒരു പക്ഷേ അജയണ്ണൻ്റെ അത്രയും സ്റ്റേജ് ബാലൻസ് ഉള്ള, അതായത് സ്റ്റേജിൽ ഇത്രയും പരിചയമുള്ള കലാകാരന്മാർ ഇപ്പോൾ കുറവാണ്, വളരെ കുറവാണ്. 83, 84 കാലഘട്ടത്തിൽ വേദിയിൽ വന്നു. 84 കലാകാരന്മാരുണ്ട് പലരും. ഇത്ര നമ്മുടെയൊക്കെ ഈ കാലങ്ങളിൽ പലരും നിർത്തി പരിപാടി, വീടുകളിൽ ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോഴും സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പ്രോഗ്രാംസിന് വിളിക്കുന്നുണ്ടല്ലേ? ടീം ഏതാ? ഇപ്പോൾ കളിക്കുന്ന കൊച്ചിന് നമസ്കാര, എൻ്റെ ഞാൻ തന്നെ ചെയ്യുന്ന ടീമുണ്ട്. കൊച്ചിന് നമസ്കാര പരിപാടി. ഒരു വന്നിട്ടാറേ ഒരു വടിവെള്ളൊരു സാധനം വന്നിട്ടാറേ വന്നിട്ട്. ഓക്കെ ഓക്കെ. അത്യാവശ്യം ഒരു 2 മണിക്കൂർ ഷോ, കരോക്കെ, നാടൻ പാട്ട്, 1 മാൻ ഷോ ഒക്കെ വരുമോ? 1 മാൻ ഷോ മൊത്തം എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയ ബഡ്ജറ്റിൽ മനസ്സിന് സന്തോഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഷോ. ചിരിക്കാൻ വേണ്ടി അപ്പോൾ കുറേ 10-15 ഫിഗറുകൾ എല്ലാം കൂടെ മൊത്തം പ്രോഗ്രാമുണ്ട്. ഡാൻസും ഉണ്ടാവും. ഈ കൂട്ടത്തിൽ മോനുണ്ടോ? ഡാൻസർ മോനാണ് ഡാൻസ് കളിക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ പൈസ കൊടുക്കണ്ടല്ലോ, പൈസയൊക്കെ പിടിച്ച് മേടിക്കാൻ അഡ്ജസ്റ്റ്മെന്റ്സ് പോകും. അജയണ്ണന്റെ മോനാണ്. 4 പൊറോട്ട ഒരു ബീഫിൽ നിർത്തും. അതൊന്നും നടക്കൂല. അജയൻ തകഴിയുടെ മകനാണ്, അവൻ പൈസ ചോദിച്ചു മേടിക്കും. അല്ല, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മോനെ കൊണ്ട് പരിപാടിക്ക് പോകും ഞാൻ ചെറുതിൽ. ഇങ്ങനെ നല്ല ഇടിപൊട്ടി ഡാൻസാണ്. ഈ പരിപാടി ഇറങ്ങുമ്പോൾ മിക്കവാറും നോട്ടുമാലൊക്കെ പുള്ളിക്ക് കിട്ടാറുണ്ട്. നമ്മൾ അടിച്ചു മാറ്റും. ചെന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ 4 ദോശ ഒരു ബീഫും മേടിച്ചു കൊടുക്കും. ഇത് മതി, മതി, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നല്ലൊരു ഗ്യാപ്പായിരുന്നു അത്. കാരണം ഇപ്പോൾ ഇടയ്ക്ക് വന്ന് സഹായിക്കാനും കൂടെ നിൽക്കുമ്പോഴേ ഒരാളുണ്ടാകും. ഇപ്പോഴും മക്കൾ കൂടെ കട്ടയ്ക്കുണ്ട്. മക്കൾ കൂടെയാണ്. മക്കളും വൈഫും ഉണ്ട്, അമ്മയുണ്ട്. ഞങ്ങൾ 5 പേര് പഞ്ചാംഗങ്ങളാണ് ഞങ്ങൾ 5 പേര്. അമ്മ, ഞാൻ, വൈഫ്, 2 മക്കൾ. സന്തോഷമായി കുടുംബ ജീവിതം. അടിപൊളിയായിട്ട് പോകുന്നു. കച്ചവടവും കടയും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ. കച്ചവടം വലിയ അടിപൊളി കച്ചവടം പറയാൻ. ഏതെങ്കിലും വണ്ടിയിൽ അച്ഛനോണ്ട് ചവിട്ടിയാൽ രക്ഷപ്പെട്ടു. അവിടുന്ന് ഒരു ഫാമിലി ട്രിപ്പ് ഇറങ്ങിയാൽ സമാധാനമാണ്. പകരം ഉറങ്ങത്തില്ലല്ലോ. ഇതാണെങ്കിൽ അടുത്ത സാധനം മേടിക്കാനൊക്കെ പോകണ്ടേ? ഇതിനെ അരയ്ക്കണം, ഇത് കൊണ്ടുവരണം, മാവ് കൊണ്ട് കൊടുക്കണം, മുട്ട മേടിക്കാൻ പോകണം, വെള്ളം കോരണം, എല്ലാം കൂടെ അടുക്കും. ഇതിൻ്റെ ഇടയ്ക്ക് സിനിമ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അയ്യോ. അപ്പോൾ എന്തായാലും അജയണ്ണൻ ഇപ്പം തട്ടുകടയാണ് നടത്തുന്നത്. തട്ടുകടയിൽ ദോശചുടിയിലും മുട്ട ഓംലെറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ തകർത്ത് നിൽക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല നല്ല വേഷങ്ങൾ തേടിയെത്തുന്നുണ്ട്. ഇനിയും നല്ല നല്ല വേഷങ്ങൾ മലയാള സിനിമയിൽ, നല്ല ഇന്ത്യൻ സിനിമയിൽ നല്ല നല്ല വേഷങ്ങൾ ഉണ്ടാവട്ടെ. നല്ല കലാകാരനാണ് അജയണ്ണന്. ഇനിയും സമയമായില്ലെന്ന് തോന്നുന്നല്ലേ? സമയം കഴിഞ്ഞ് ഇല്ല, സമയമായില്ല. ചില ഇംഗ്ലീഷ് ചെന്ന് മൂക്കിൽ പല്ല് വന്ന പോലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ടൈറ്റാനിക്കിൽ ഉൾപ്പെടെ നായകനായിട്ടൊക്കെ വന്നു. അല്ല, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടേ അതിൻ്റെ അകത്ത് മെസ്സേജ് ഇട്ടിരിക്കുന്നത്, ഈ അജയൻ ചേട്ടന് കറക്റ്റ് ഒരു വില്ലൻ്റെ വേഷം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ കണ്ണ് കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നി. ഞാൻ പറഞ്ഞു ഞാൻ കൊമേഡിയന്, പക്ഷേ നിങ്ങളെ കണ്ടാൽ ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവ്. അപ്പോൾ ഈ ഫേസിൽ നന്നായിട്ട് നെഗറ്റീവ് റോൾ ചെയ്യാനുള്ള ഒരു സാധനം കിടപ്പുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമുള്ള സാധനം ഒരു നെഗറ്റീവ് റോള്. പക്ഷേ രജനീകാന്തിൻ്റെ ഒക്കെ കൂടെ നിൽക്കാൻ പറ്റിയ, വിനായകനൊക്കെ ചെയ്യുന്നതിനപ്പുറം മേളിൽ ചെയ്യാൻ പറ്റിയ ഫിഗർ ഉണ്ട്. ചെയ്യാൻ കഴിയട്ടെ. എന്തായാലും യാത്രാമധ്യയാണ് അജയണ്ണനെ കണ്ടത്. ഇതുവഴി വന്നപ്പോൾ ഞാൻ പറഞ്ഞത്, ശരിക്കും ഇങ്ങോട്ട് നോക്കിയത് അജയണ്ണൻ്റെ കരിക്ക് കട ഉണ്ടോയെന്നാണ്. കാരണം ഇതിനു മുൻപ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു, മാങ്ങാങ്കുഴി അടുത്ത അജയൻ തകഴി ഒരു കരിക്കിൻ്റെ കട നടത്തുന്നുണ്ട്.
നമുക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം ഇത് വന്നപ്പോൾ നോക്കിയപ്പോൾ കണ്ടതുമില്ല. കരിക്ക് കട നോക്കിയപ്പോഴാണ് കരിക്കടയുടെ ബോർഡിരുന്ന സ്ഥാനത്ത് തട്ടുകട ഇരിക്കും. അതെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതാരെങ്കിലും മാറി വേറെ ആരെങ്കിലും ചെയ്യും. കുറച്ച് മുന്നോട്ട് ചെന്ന് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് അജയണ്ണ ഇവിടെ നിന്ന് ദോശ കൊടുക്കുന്നത്. അതെ. പിന്നെ ഇത്തിരി നേരം വർത്തമാനം പറയാമെന്ന് കരുതി. അപ്പോൾ അജയണ്ണ ഇനി പുതിയ സീസൺ വരികയാണ്, ഓണ സീസൺ വരികയാണ്. കൂടുതൽ പ്രോഗ്രാമുകൾ കിട്ടട്ടെ, കൂടുതൽ സിനിമകൾ കിട്ടട്ടെ. നമുക്കിനി ഒത്തിരി നേരിട്ട് കാണാനും പ്രോഗ്രാമിലൂടെ സിനിമയിലൂടെ കാണാൻ പറ്റട്ടെ. ആയിക്കോട്ടെ, സന്തോഷം.